നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. നിലവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കമ്മീഷനെ നയിക്കുന്ന ജ്ഞാനേഷ് കുമാറും നടത്തിയ വലിയ അട്ടിമറി തെളിവ് സഹിതം രാഹുൽ ഗാന്ധി കൃത്യമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിരത്തുകയാണ് ചെയ്തത്. ബീഹാറിൽ അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്നതും രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതലേ കണ്ട ഒരു കാര്യത്തിൻ്റെ തുടർച്ചയാണ് ജ്ഞാനേഷ് കുമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാജീവ് കുമാറും ജ്ഞാനേഷ് കുമാറും ഒരേ തൂവൽ പക്ഷികൾ തന്നെയാണെന്നും അവർ ഒരേ സംവിധാനത്തിൻ്റെ തുടർച്ചയായി നിൽക്കുന്നത് തന്നെ BJPക്ക് എല്ലാ കാലത്തും വിശ്വസനീയമായ, അതായത് തല പോയാലും സത്യം തുറന്നു പറയില്ല. അവർ BJPക്ക് വേണ്ടി ചെയ്തു കൊടുത്ത അകമഴിഞ്ഞ സേവനത്തിന് കിട്ടുന്ന പാരിതോഷികം എന്താണെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഇപ്പോൾ മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ആലോചിക്കുക, ഇത്രയും ഗുരുതരമായ ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറഞ്ഞിട്ടും ഒരു മറുപടി പോലും ജ്ഞാനേഷ് കുമാറോ മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായിരുന്ന രാജീവ് കുമാറോ പുറപ്പെടുവിച്ചിട്ടില്ല എന്ന് ഓർക്കണം. അതായത് ഇവർക്ക് രണ്ടുപേർക്കും വേണമെങ്കിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാം. തങ്ങളുടെ ഓഫീസിനെ ചോദ്യം ചെയ്തു, തങ്ങളുടെ ക്രെഡിബിലിറ്റിയെ പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനമെത്തി ഇരുന്നു കൊണ്ട് രാഹുൽ ഗാന്ധി ദുരുപയോഗം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുക്കാം. ചെയ്യുമോ? ഇല്ലേ ഇല്ല. കാരണം എന്താണ്? അവർക്കറിയാം അഴിമതി കാട്ടിയിട്ടുണ്ട്. അവർക്കറിയാം കേന്ദ്രത്തിന് വേണ്ടി, കേന്ദ്ര സർക്കാരിന് വേണ്ടി ഏതെല്ലാം സംസ്ഥാനത്താണ് ഒത്തുകളി നടത്തിയിട്ടുള്ളത് എന്നുള്ളത് അവർക്കറിയാം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് അട്ടിമറി നടത്തിയിട്ടുള്ളത് എന്നുള്ളത് ആ മണ്ഡലങ്ങളുടെ ലിസ്റ്റ് ഉൾപ്പെടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. എന്നാൽ അതെന്തേ പബ്ലിഷ് ചെയ്യാത്തത് എന്ന് പോലും BJPയുടെ നേതാക്കൾ ആരും ചോദിക്കുന്നില്ല. സാധാരണഗതിയിൽ ഒരു മറുപടി BJP നേതാക്കളിൽ നിന്നും പാർലമെന്റിനകത്തോ പുറത്തോ പ്രതീക്ഷിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാക്കിയത്. എന്നിട്ടും പ്രതിപക്ഷ നേതാവിനോട് ഈ കാര്യത്തിൻ്റെ പേരിൽ തർക്കിച്ചിട്ട് പോലുമില്ല. ഒന്ന് ആലോചിക്കണം, എന്തുമാത്രം അവർ ഭയചകിതരായി ഇരിക്കുകയാണ്. രാഹുൽ ഗാന്ധിക്ക് ഒരു ഭയവുമില്ല. ഇന്ത്യയിൽ കോൺഗ്രസിനെ ജനങ്ങൾ സ്നേഹിക്കുന്നു എന്നതും ഇന്ത്യയിൽ പ്രതിപക്ഷം അധികാരത്തിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെയും സാധ്യതകളാണ് പല മണ്ഡലങ്ങളിലും സ്ഫുരിച്ചത്. BJPയുടെ അധികാര രാഷ്ട്രീയത്തിന് കിട്ടിയ തിരിച്ചടി വളരെ വലുതു തന്നെയാണ് എന്നതും BJP ഉടറുകയാണ്. കേവല ഭൂരിപക്ഷം കിട്ടിയില്ല എന്നതുകൊണ്ട് മാത്രമല്ല, അട്ടിമറി നടത്തി നേരിയ ഭൂരിപക്ഷത്തിൽ NDAയെ അധികാരത്തിലേക്ക് എത്തിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ വഴിവിട്ട ബന്ധത്തിൻ്റെ കഥകൾ ഓരോന്നായി ഫയലുകളടക്കം കുടഞ്ഞിടാൻ തയ്യാറായി നിൽക്കുന്ന ഒരു മനുഷ്യനോട് എന്ത് തർക്കിച്ചിട്ട് എന്ത് കാര്യം? രാഹുൽ ഗാന്ധിയെ പൂട്ടി ജയിലറയ്ക്കുള്ളിലേക്ക് കൊണ്ടുപോകാൻ കൃത്യമായ പ്ലാനിങ്ങുമായാണ് BJP മുന്നോട്ട് വരുന്നത്. ഇത് ഈ രാജ്യം ഏറ്റവും നിർണായകമായി കാത്തിരിക്കുന്ന നിമിഷമാണ്.